ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പം നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ മൂന്നാമത്തെ ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സായിയാണ് ഇതിൽ വിൻ ചെയ്തിരിക്കുന്നത്. അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. ഋഷിയാണ് മൂന്നാമത് വന്നിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ ഇവർ ടാസ്കുകളിൽ കാണിക്കുന്ന ഒരു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അഭിഷേകാണ് ഇപ്പം നടന്ന 3 ഗെയിമിലും വിട്ടുകെടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു മിസ്റ്റേക്കിലാണ് ചെറിയൊരു സെക്കൻഡുകളുടെ മിസ്റ്റേക്കിലാണ് ഈ ഒരു ടാസ്കിലും അഭിഷേകിന് ഒന്നാം സ്ഥാനം നഷ്ടമായത്. അല്ലാന്നുണ്ടെങ്കിൽ അഭിഷേകിന് കിട്ടിയേനെ. എന്നാലും സായിയും സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നേനെ. ആ ഒരു മൂമെൻറ്റ്സിലാണ് പോയത്. അല്ലെന്നുണ്ടെങ്കിൽ സായിയും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയായിരുന്നു, വിട്ടുകൊടുക്കില്ല എന്ന രീതിയിലേക്ക്. എന്തായാലും ഈ ഒരു മൂന്നാമത്തെ ടാസ്കും ബാലൻസിങ് തന്നെയായിരുന്നു. ബോൾ കയ്യിൽ ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിനൊരു റോഡ് പോലെ ഒരു സംഭവത്തിന് മുകളിൽ ബോൾ വെച്ചിട്ട് അതിങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഒരു സ്ലോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പലക പോലെ സംഭവം സ്ലോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഓരോ സ്റ്റേജ്, അതായത് 3 സ്റ്റേജ് ഉണ്ട്. അപ്പം ബസർ അടിക്കുന്നതിനനുസരിച്ച് ടൈമർ വെച്ചിട്ടുണ്ട്. ഓരോ ടൈമറിനനുസരിച്ചും ബസർ അടിക്കും. അപ്പം ഓരോ ടൈമറിലും എത്ര നേരം പിടിച്ചിരിക്കുന്നതോ അതിനനുസരിച്ച് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് നേരം മുകളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബസർ അടിക്കുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, അടുത്ത ലെവലിലേക്ക് ഇറങ്ങണം. അത് കഴിയുമ്പോൾ അടുത്ത ലെവലിലേക്ക് ഇറങ്ങണം. ഇപ്പോൾ ഈ ലെവലിലെല്ലാം ഇറങ്ങുമ്പോൾ ഈ ബോൾ ഈ കയ്യിൽ നിന്ന് പോകാതെ നോക്കുകയും വേണം. എന്തായാലും ആരും തന്നെ രണ്ടാമത്തെ ലെവലിലേക്ക് വന്നില്ല. രണ്ടാമത്തെ ലെവലിലേക്ക് ഇറങ്ങിയ സായിയും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകുമാണ് ഏറ്റവും കൂടുതൽ സമയം, ഏകദേശം 5 മിനിറ്റ് 5 സെക്കൻഡ് അഭിഷേക്, അതുപോലെ തന്നെ സായി 5 മിനിറ്റ് 15 സെക്കൻഡുമാണ്. ഇവർ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് രണ്ടുപേരും ഔട്ടായത്. ബാക്കി എല്ലാവരും തന്നെ മുകളിൽ നിന്ന് തന്നെ പോയി. നമ്മുടെ ഋഷി 3 മിനിറ്റ് മിച്ചം ബോൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഈ പറയുന്നത് പോലെ വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ നിന്നിട്ടുള്ളൂ. ഈ ഒരു ടാസ്കും നമ്മൾ മുൻ ടാസ്കുകളിൽ കണ്ടതുപോലെ തന്നെ കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ വേണം, അതുപോലെ തന്നെ ബാലൻസിങ് നല്ല രീതിയിൽ വേണം, അതുപോലെ തന്നെ കുറച്ച് കൈക്കൊക്കെ കുറച്ച് സ്ട്രെങ്തും കാര്യങ്ങളും വേണം. അതായത് കുറച്ച് വെറുതെ വായ്ത്താളം ഇട്ട് മാത്രം അടിച്ച് അവിടെ നിന്നാൽ മാത്രം പറ്റത്തില്ല, കുറച്ച് കഴിവും കൂടെ വേണം. അതായത് വെറുതെ നാക്കിട്ടടിക്കുന്നത് പോലെയല്ല ഒരു ടാസ്കുകളിൽ വന്ന് കഴിയുമ്പം പെർഫോം ചെയ്യുക എന്നത്. വെറുതെ അവിടെ ഇവിടെ ഇരുന്ന് കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ടാസ്കുകളിൽ വരുമ്പോൾ അതിനെ മികച്ച രീതിയിൽ അപ്രോച്ച് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്തും കാര്യങ്ങളും അതിനകത്ത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളും നടത്തണം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിലവിൽ ഇന്നത്തെ ഒരു ദിവസത്തെ 3 ടാസ്കുകൾ കഴിയുമ്പോൾ അഭിഷേക് തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതായത് 3 ടാസ്കുകൾ കഴിയുമ്പോൾ അഭിഷേകിന് 8 പോയിന്റും അതുപോലെ തന്നെ സായിയാണ് രണ്ടാമത് നിൽക്കുന്നത്. സായിക്ക് ഇപ്പോൾ ഈ ഒരു ടാസ്ക് കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ 5 പോയിന്റുകളുമായിട്ട് രണ്ടാമത് വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ അർജുനുണ്ട് അടുത്തതായിട്ട്, അതുപോലെ തന്നെ ഋഷിയുണ്ട്, ജാസ്മിനുണ്ട്. ഇവരൊക്കെ തൊട്ട് പുറകിലായിട്ട് ഓരോരുത്തർ നിൽപ്പുണ്ട്. കാര്യമായ പോയിന്റുകളും കാര്യങ്ങളും ഒന്നും പിന്നീടുള്ള വരുന്നവർക്കൊന്നും ഇല്ല. എന്തായാലും നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ 3 ടാസ്കുകളും ഇന്ന് കഴിഞ്ഞു. ഇനി നാളത്തെ ടാസ്കുകൾ അപ്പോൾ നോക്കാം ആരൊക്കെ ആയിരിക്കും നാളെ ഇനി ടാസ്കുകളിൽ മുന്നോട്ട് വരുന്നത്, എന്തൊക്കെ ടാസ്കുകളായിരിക്കുമെന്ന് നാളത്തെ അപ്ഡേറ്റിൽ പറയാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.